ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് തലേന്നൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ല ഹെൽത്തി ആയിട്ട് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാൻ രീതിയിലുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റാഗി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഹെൽത്തി റാഗി റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം തൈര് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, കൊച്ചുള്ളി തന്നെ എടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കാന്താരി മുളക് ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റാഗി പൗഡർ ഉണ്ടല്ലോ, കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ ഒന്ന് കലക്കി വെക്കണം. ഈ 2 ടേബിൾ സ്പൂണ് എടുത്തെങ്കിലും ഇതൊരു 2 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ കൂടുതൽ എടുക്കരുത്. നമ്മൾ വിചാരിക്കും 2 ടേബിൾ സ്പൂൺ അല്ലേ ഉള്ളൂ, ഇത് ഒരാൾക്കോ തികയുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് കുറച്ച് മതി, നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഉണ്ടാവും. ഇപ്പോൾ കട്ടയില്ലാതെ ഞാനൊന്ന് ഇത് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. റാഗി ഒന്ന് കുറുക്കി എടുക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഇതുപോലൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടാവണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു റാഗി കലക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഒന്ന് ഇളക്കി ഇതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുകി പോണ്ട, ഒരു നമുക്ക് കുടിക്കാൻ പരുവത്തിനുള്ള രീതിയിൽ ഒന്ന് കുറുക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് കുറുക്കണ്ട, നമുക്കൊന്ന് കുടിക്കാൻ പരുവത്തിനായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ റാഗിയും വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലൊക്കെ കുറുക്കി എടുത്തേച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഞാൻ ബാക്കി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ റാഗി കുറുക്കിയതൊക്കെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു കറക്റ്റ് എടുത്ത് കുടിക്കാൻ പരുവത്തിനായിട്ടുള്ള ഒരു കുറുകിയേ ഉള്ളൂ. നമ്മൾ ഒത്തിരി അങ്ങ് കുറുക്കി കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കാന്താരി, അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇതുപോലെ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ഇട്ട് ചേർത്താൽ മതി. ഇനി അവസാനമായിട്ട് കറിവേപ്പിലയും മല്ലിയിലയോടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഞാൻ രാത്രിയിലാണ് ഇതിപ്പം തയ്യാറാക്കി വെക്കുന്നത്. ഇത് ആക്ച്വലി രാവിലത്തേക്കുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, സെയിം മെത്തേഡാണ്, റാഗി വെച്ചിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇത് തമിഴ്നാട്ടിലൊക്കെയാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുടിക്കുന്നത്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി രാത്രി മൊത്തം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം രാവിലെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഒരു പ്രോബയോട്ടിക് ഒരു ഫുഡായിട്ട് മാറും. പ്രോബയോട്ടിക് മാത്രമല്ല ഫൈബർ റിച്ചുമാണ്. കാരണം നമ്മൾ റാഗി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത് അസുഖമുള്ളവർക്കും ഈ ഒരു രീതിയിൽ
തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.